ബൈബിൾ സർവേയിൽ എഹെസ്കേൽ പ്രവചനം തുറന്ന് നമ്മൾ പഠിക്കുമ്പോൾ എഹെസ്കേൽ പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ ദൈവം ന്യായവിധി അയക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കാരണം പിശാചിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്നും എങ്ങനെയാണ് ലൂസിഫർ അല്ലെങ്കിൽ പിശാച് ദൈവദൂതനായിരുന്നു, അവൻ വീണുപോയി, അവൻ അകൃത്യത്തിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഓർമ്മയുണ്ടെങ്കിൽ, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയല്ല, അവൻ ക്ഷയിച്ചു പോവുകയുള്ളൂ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാണ്? പിശാചാണ്. സോ വാട്ട് ഹാപ്പൻ ടു ഹിം, അവനെന്താ സംഭവിച്ചത് എന്നുള്ളത് ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധാപൂർവം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് വേദപുസ്തകത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ പിശാചിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അവനെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചും വെളിപ്പാടുകളുള്ളൂ. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ അധ്യായങ്ങളിലെ വിഷയം എന്താണെന്നുള്ളത് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ഡയറക്റ്റ് പ്രോഫസി കൺസേണിങ് സം നേഷൻസ്. ഈ ഇസ്രായേൽ മക്കളുടെ ചുറ്റും താമസിച്ചിരുന്ന, അവരെ ഞെരുക്കിയിരുന്ന, അവരെ ഉപദ്രവിച്ച് വന്ന ചില രാജ്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ന്യായവിധി എങ്ങനെ അവർക്കൊക്കെ സംഭവിക്കുമെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുക ചെയ്യുന്നത്. ഞാൻ ആ രാജ്യങ്ങളെ ലൊക്കേറ്റ് ചെയ്ത് തരാം. ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? തന്നെത്താനൊന്ന് പഠിക്കണം. അത്രയെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിക്കണമല്ലോ. അതുകൊണ്ട് രാജ്യങ്ങളെ ലൊക്കേറ്റ് ചെയ്ത് തരാം. ആദ്യം 7 പ്രധാനപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ചാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. 25-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമോര്യരുടെ നേരെ. അപ്പോൾ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അമ്മോന്യരെ കുറിച്ചാണ് പറയുന്നത്. 3 വാക്യം വായിച്ചോളൂ. നീ അമോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെ കുറിച്ച് പ്രവചിച്ച് അമോന്യരോട് പറയേണ്ടത്, യഹോവയായ കർത്താവിന്റെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാ ഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട്. എന്തോ കാരണവും കിട്ടി. ഇനി ബാക്കി വായിച്ചാൽ കിട്ടുമല്ലോ. എന്തുകൊണ്ടാണ് ദൈവം ഇവരെ ന്യായം വിധിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് ദുര്യോഗങ്ങളുണ്ടായപ്പോൾ ഇവരെന്ത് പറഞ്ഞു? നന്നായി. അങ്ങനെ തന്നെ കിട്ടണം. ചിലപ്പോൾ നമ്മളും പറയാറുണ്ട്, ചിലർക്കൊക്കെ വല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ന് പറയും, അതങ്ങനെ അവന് കിട്ടേണ്ടതാണ്, അതവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആണ്, അവനത് തന്നെ. നമുക്ക് വരുമ്പോഴോ? എൻ്റെ ഇവിടെ ആരും ഇല്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട്. നമുക്ക് വരുമ്പോൾ നമ്മൾ പറയാം അതൊരു ബലഹീനത, അതൊരു ക്ഷീണാവസ്ഥ സംഭവിച്ചതാണ്. മറ്റവർക്ക് വരുന്നതാണെങ്കിൽ നന്നായി, അത് ഇത്രയും പോരായിരുന്നു. അപ്പോൾ അതൊക്കെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് ദൈവജനത്തിൻ്റെ ക്ഷീണം കണ്ടപ്പോൾ നന്നായി എന്ന് പറഞ്ഞത് ദൈവം ഗൗരവത്തിലെടുത്തു, തിരിച്ചടി കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേറൊരു രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദാ ഗൃഹം സകല ജാതികളെയും പോലെ അത്ര എന്ന് മോവാബും സേയീരും പറയുന്നതുകൊണ്ട്. അപ്പം ഇപ്പം ആരെക്കുറിച്ചാണ് പറയുന്നത്? മോവാബിനെ കുറിച്ചും സെയീര്യരെ കുറിച്ചുമാണ്. 11-ാം വാക്യം, ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും, ഞാൻ യഹോവ എന്ന് അവർ അറിയും. മോവാബിൽ ദൈവം ന്യായവിധി നടത്തും. കാരണം അവരും ഇതുപോലെ ദൈവത്തിൻ്റെ ജനത്തെ സഹായിക്കുന്നതിന് പകരം അവർക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചു. 25-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോം യഹൂദാ ഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. ഇപ്പം ആരെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്? ഏദോമിനെ കുറിച്ചാണ്. അപ്പോൾ അമ്മോന്യരെ കുറിച്ച്, മോവാബ്യരെ കുറിച്ച്, ഏദോമ്യരെ കുറിച്ച്. ഇവരൊക്കെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് വന്നപ്പോൾ പലതരത്തിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയ ആളുകളാണെന്നുള്ള, ഏദോമിൽ കൂടി കടന്നു പോകാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് അവരെ ചുറ്റി പോകേണ്ടി വന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. ദൈവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും അവൻ്റെ സ്മരണ പുസ്തകത്തിൽ വരാതിരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ആ 14-ാം വാക്യം വായിക്കാം. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. ഏദോമിനോട് പ്രതികാരം നടത്തും. അവർ എൻ്റെ കോപത്തിനും എൻ്റെ ക്രോധത്തിനും തക്കവണ്ണം ഏദോമിനോട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അതാണ് ദൈവം പറഞ്ഞിട്ടുള്ള പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവം വേണ്ട പ്രതികാരമൊക്കെ കൊടുത്തോളും. ഏതാണെങ്കിലും
ഇനി 15-ാം വാക്യം വായിക്കുമ്പോൾ വേറൊരു രാജ്യത്തെ കാണാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്തു. അപ്പം ആരോടാണ് ഇപ്പോൾ ദൈവത്തിന്? ഫെലിസ്ത്യരോടാണ് ഇടപെടുന്നത്. അപ്പം അമ്മോന്യർ, മോവാബ്യർ, ഏദോമ്യർ, ഫെലിസ്ത്യർ ഇവരൊക്കെ ഇസ്രായേൽ മക്കളെ ഞെരുക്കിയ ആളുകളാണ്. അവരുടെ ചുറ്റും താമസിച്ചിരുന്നവരാണ്. അവരെയൊക്കെ ദൈവം ഡീൽ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 26-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചു. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്നാൽ, മനുഷ്യപുത്ര, യെരുശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതികളായിരുന്നവൾ തകർന്നുപോയി, അവൾ എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയുമെന്ന് സോർ പറയുന്നതുകൊണ്ട്. അപ്പോൾ ആരെക്കുറിച്ചാണ്? സോറിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ടൈർ എന്നാണ്, TYRE, സോർ, ടയർ. ടയർ എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യത്തിന് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ചരിത്രത്തിൽ പോയി വായിക്കുന്നത് നന്നായിരിക്കും. ദൈവം സോറിനും അതുപോലെ തന്നെ സീദോനും എതിരായിട്ട്, സോർ മാത്രമല്ല അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു രാജ്യമാണ് സീദോൻ. 26, 27, 28 അധ്യായങ്ങൾ സോരിനും സീദോനും എതിരെയുള്ള പ്രവചനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. 14-ാം വാക്യം വായിക്കാം. അവർക്ക് എന്ത് സംഭവിക്കുമെന്നറിയാനായിട്ട്. വെറും പാറയാക്കും, നീ വലവിരിക്കുവാനുള്ള സ്ഥലമായി തീരും. അപ്പോൾ ഇപ്പം ടയർ എന്ന് പറഞ്ഞാൽ, സോർ എന്ന് പറഞ്ഞാൽ ആർക്കും ഹിസ്റ്ററിയിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. കാരണം അതെന്തായി തീർന്നിരിക്കുന്നു? ഈ പ്രവചനമൊക്കെ നിവൃത്തിയായി കഴിഞ്ഞു. അതെന്തായി തീർന്നിരിക്കുന്നു? വെറും പാറയായി വല വിരിപ്പാനുള്ള സ്ഥലമായി തീരും. ആളുകൾ വല വിരിച്ച് ഉണക്കാനായിട്ട്, ഫിഷർമെൻ, മുക്കുവന്മാർ മീൻ പിടിച്ചതിന് ശേഷം വല ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാറക്കൂട്ടമാണ് ഇപ്പോൾ സോർ എന്ന് പറയുന്നത്. ഇത് പര്യവേഷകം, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തുന്ന ആളുകൾ ഇതെല്ലാം പര്യവേഷണം ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. ബൈബിൾ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അതിൽ നിങ്ങൾ എൻട്രി ചെയ്താൽ ഈ പട്ടണത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇത് പണ്ടെന്തായിരുന്നു, ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ, അതിൻ്റെ അതെല്ലാം കൃത്യമായിട്ട് ദൈവം പ്രവചിച്ച കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഡു എ സ്റ്റഡി, നിങ്ങളതിനെക്കുറിച്ചൊരു പഠനം നടത്തുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 29, 30 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ 26, 27, 28 അധ്യായത്തിലേക്ക് ഇത്തിരി കഴിയുമ്പോൾ തിരിച്ചു വരും. കാരണം സോറിനോടും സീദോനോടും പറയുമ്പോഴാണ് ഈ സൈറ്റനെ കുറിച്ചുള്ള ഡീലിങ്സ് വരുന്നത്. ആദ്യം നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളെ കണ്ടു? അമ്മോന്യർ, മോവാബ്യർ, ഏദോമ്യർ, ഫെലിസ്ത്യർ, സോർ, സീദോൻ, 6 എണ്ണമായി. ഇനി 29, 30 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വേറൊരു രാജ്യത്തെക്കുറിച്ചാണ്. 29-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രയീമിനെ കുറിച്ചും ഫറവോനെ കുറിച്ചും, ഈ രണ്ട്, മിസ്രയീം എന്ന് പറയുന്ന രാജ്യവും അത് ഭരിക്കുന്ന ഫറവോനും, ഈ രണ്ടാളുകളെ കുറിച്ചാണ്. അതിൽ മിസ്രയീമിനെ കുറിച്ച് 29, 30 അധ്യായങ്ങൾ, 31, 32 അധ്യായങ്ങൾ ഫറവോനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ 7 രാജ്യങ്ങളെക്കുറിച്ചാണ് പ്രവചനം. എത്ര അധ്യായമാണ് ഇത് യൂണിറ്റിൽ പെടുന്നത്? 25 മുതൽ, ചോദ്യം ഉത്തരവും ഞാൻ തന്നെ പറയാം, 25 മുതൽ 30, ഇപ്പം 32 വരെ എത്തിയോ? 32 വരെ എത്തിയല്ലോ. അപ്പോൾ ഈ അധ്യായങ്ങളിലൊക്കെ ഉള്ള വിഷയം കിട്ടി. അമ്മോന്യരെക്കുറിച്ച് 25, മോവാബ്യരെക്കുറിച്ച് 25, ഏദോമ്യരെക്കുറിച്ച് 25, ഫെലിസ്ത്യരെക്കുറിച്ച് 25, സോറിനെയും സീദോനെയും കുറിച്ച് 26, 27, 28 അധ്യായങ്ങളിൽ, മിസ്രയീമിനെക്കുറിച്ച് 29, 30 അധ്യായത്തിൽ, ഫറവോനെക്കുറിച്ച് 31, 32 അധ്യായത്തിൽ. ക്ലിയർ? എല്ലാം ക്ലിയറായിട്ട് കിട്ടിയോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? എല്ലാ അധ്യായങ്ങളും രാജ്യങ്ങളുടെ പേരും കിട്ടി എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. 25-ാം അധ്യായത്തിലാണ് നമ്മൾ 4 രാജ്യങ്ങളെക്കുറിച്ച് കാണുന്നത്. ഏതൊക്കെയാണ്? അമ്മോന്യർ, മോവാബ്യർ, ഏദോമ്യർ, ഫെലിസ്ത്യർ. ഇനി 26, 27, 28 അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. 2 രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, സോറും സീദോനും. 29, 30 അധ്യായങ്ങൾ ഒരു രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഈജിപ്റ്റ്, മിസ്രയീം. ആ രാജ്യം ഭരിച്ചിരുന്ന ഫറവോൻ എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ചാണ് 31, 32 അധ്യായങ്ങൾ. രാജ്യത്തെക്കുറിച്ചും രാജാവിനെക്കുറിച്ചും പ്രത്യേകം ഡീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവരെ പണ്ട് പീഡിപ്പിച്ചിരുന്നത് മിസ്രയീമും അവരെ ഒരുപാട് ഉപദ്രവിച്ചത് ഫറവോനും ആയതുകൊണ്ട് ദൈവം എന്താണ് അവർക്കെതിരെ, പണ്ട് ചെയ്ത് കഴിഞ്ഞതല്ലേ, ചെയ്ത് കഴിഞ്ഞത് അതുവരെ വിടുവിക്കാൻ വേണ്ടി, പക്ഷെ പിന്നെയും തലവേദനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് ദൈവം ഇനി ചെയ്യാൻ പോകുന്നു എന്നുള്ളതും, ഇത് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഫുൾഫിൽഡ് പ്രോഫസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയും ഇതും കൂടെ എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ദൈവം ചെയ്തതെന്നുള്ളത് പഠിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ
കൊണ്ടുവരുന്നു. Now let's turn to 26, 27 and 28. അതായത് 26, 27, 28 അധ്യായങ്ങളിലേക്ക് തിരിച്ചു വന്ന് സോറിനെക്കുറിച്ചും സീദോനെക്കുറിച്ചും ദൈവം നടത്തിയ പ്രവചനം അല്ലെങ്കിൽ യെഹെസ്കേൽ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഡീൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യു ലുക്ക് ബിയോണ്ട് ദ ലോക്കൽ റൂളർ എന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ സാധാരണ ഒരു രാജ്യം കാണുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന രാജാവിനെയും ഭരണകൂടത്തെയുമാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്, സിൻഡിറ്റ്. പക്ഷെ ദൈവം പറയുന്നത് ഈ ആളുകളെ കാണുന്നതിന് പകരം നമുക്ക് പോരാട്ടമുള്ളത് ഇവരോടല്ല, ഇവരുടെ പിന്നിൽ ചില ശക്തികളുണ്ട്. സോ ലുക്ക് ബിയോണ്ട്. ഈ രാജാക്കന്മാരുടെ പുറകിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട്. ഓർ ഈ രാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അങ്ങനെ ഒരു പ്രഭുവുണ്ട്, അങ്ങനെ ഒരു കൺട്രോളിങ് പവറുണ്ട്. ആ പവറിനെ നിങ്ങൾ കാണണം. അതാരാത്? കൺട്രോളിങ് പവർ ബിഹൈൻഡ് ഓൾ കിങ്ഡംസ്. എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന പുറകിലുള്ള ശക്തി. പറയാൻ തന്നെ പേടിയാന്ന് തോന്നുന്നു, പിശാച്. എന്താ പറയാനൊരു മടി? അത് തെളിവില്ലാത്തതുകൊണ്ടായിരിക്കും. വാക്യം വായിക്കാം, ലൂക്കോസിൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിനോട് തന്നെ നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിലും ഈ പുള്ളിക്കാരൻ യേശുക്രിസ്തുവിനോട് നേരിട്ട് പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, യെസ് ഓൾ ദീസ് തിങ്സ് ആർ മൈൻ. 4-ാം അധ്യായം ലൂക്ക്. പറയാത്തതുകൊണ്ട് വാക്യം വായിപ്പിക്കാം. ലൂക്ക് 4:5-7. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ബി കെയർഫുൾ. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. എല്ലാ രാജ്യങ്ങളെയും കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് എൻ്റേതാണെന്നല്ല പറഞ്ഞത്, ഇതിപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ആരുടെ ആയിരുന്നു? നമ്മുടെ ആയിരുന്നു. നമ്മളെ ഏൽപ്പിച്ചതാണ്. നമ്മളിതുകൊണ്ട് ആർക്ക് കൊടുത്തു? അങ്ങേർക്ക് കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു ലൈനും കൂടെ ഉണ്ടല്ലോ, അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ അവന് മനസ്സുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവനെ ഒന്ന് ഇപ്പൊ കാര്യം പിടികിട്ടുകയാണ്. ഇപ്പൊ ഈ ലോക്കൽ രാജാക്കന്മാരൊക്കെ ആരെ നമസ്കരിച്ചിട്ടുണ്ട്? ഇദ്ദേഹത്തെ നമസ്കരിച്ചിട്ടാണ് ഈ അധികാരം വാങ്ങി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് സോറും സീദോനും ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിലും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില പൈശാചിക ശക്തികൾ, സൈറ്റാനിക് പവേഴ്സ്, അവരെ നമസ്കരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മേലും ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം അറിയണം. അല്ല, നമ്മൾ ഏത് ഭരണകൂടം കാണുമ്പോഴും ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലെന്നുള്ള വാക്യം സാറിന് അറിയത്തില്ലേ എന്ന് ചിലർ ചോദിക്കുന്നത് ഞാനിപ്പോൾ കാണുന്നുണ്ട്. ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ല. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അപ്പം ഈ ലോകം, അതുകൊണ്ടാണ് തേജസ്സുള്ള സുവിശേഷം പോലും ആളുകളുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം അനേകരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4:4 പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പൈശാചിക ശക്തികൾ ലോകത്തിൽ വളരെ ശക്തമായിട്ട് നടമാടിക്കൊണ്ടിരിക്കുകയും ഹൃദയങ്ങളെ കുരുടാക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവനെ നമസ്കരിക്കണം. ദൈവം പോലും അവനെ നമസ്കരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ പ്രലോഭനം കൊടുത്തപ്പോൾ യേശുവിനോട് പറഞ്ഞത്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അത് നിൻ്റേതാകും, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാനത് കൊടുക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ ഗൗരവത്തിലെടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോറിലെയും സീദോനിലെയും പ്രഭു നമ്മളിവിടെ വായിക്കുമ്പോൾ സോറിലെ പ്രഭുവിനെയും കാണും, സോറിലെ രാജാവിനെയും കാണും. There are 2 phrases in these chapters. നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ 26:3 വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോറേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെടുമാറാക്കും. അവിടെ സോറിനെ കുറിച്ചാണ് പറയുന്നത്. ആ പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ. 28:2 വായിക്കാം. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്. സോർ പ്രഭുവിനോട് പറയേണ്ടത്. അണ്ടർലൈൻ ദാറ്റ്. 11-ാം വാക്യം, 11, 12 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച്. സോർ രാജാവിനെ കുറിച്ച്. സോർ പ്രഭു, സോർ രാജാവ്. 2 things. അപ്പം പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു എന്നൊക്കെ പറയുന്നത് പോലെ അത് കേട്ടിട്ടില്ലേ? ഇനി അടുത്ത പുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. ഉത്തരം വന്നെങ്കിലും
പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു എന്ത് ചെയ്തു? എതിർത്ത് നിന്നു. ഡാനിയേൽ പ്രവചനം അടുത്ത പുസ്തകം വായിച്ചു തുടങ്ങിയിട്ടില്ലേ? വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ദാനിയേൽ പ്രാർത്ഥിച്ച ദിവസം തന്നെ ഉത്തരം പുറപ്പെട്ടു. പക്ഷേ പാഴ്സി രാജാവിൻ്റെ പ്രഭു, അപ്പോൾ അങ്ങനെ ഒരു പ്രഭുവുമുണ്ട്, ഒരു രാജാവുമുണ്ട്. ദർ ഇസ് എ ലോർഡ് ആൻഡ് ദർ ഇസ് എ കിങ്. ദർ ഇസ് എ ലോർഡ് ബിഹൈൻഡ് ദ കിങ്. രാജാവിൻ്റെ പുറകിലൊരു പ്രഭു പ്രവർത്തിക്കുന്നുണ്ട് രാജ്യങ്ങളുടെ മേൽ. അതുകൊണ്ടാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, ഇല്ലേ, ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന. അപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈവിൾ ഫോഴ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഫോഴ്സസിനൊക്കെ നമിക്കാൻ പോകുന്നതും അതിലൊക്കെ ആശ്രയിക്കുന്നതും എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഈ സോറിനെതിരായിട്ട് ദൈവം നടത്തിയ പ്രവചനം എന്തെങ്കിലും പൂർത്തീകരിക്കപ്പെട്ടോ? എല്ലാം ഫുൾഫിൽഡ് പ്രോഫസിയാണ്, നിങ്ങൾ പഠിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ഈ പ്രോഫസീസ് ഫുൾഫിൽഡ് ആയത് എപ്പോഴാണ്? ഒന്ന്, ഇവിടെ നമ്മൾ വായിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ, നെബുക്കഡ്നേസർ അറ്റാക്ഡ് 3 times. സോറിനെ 3 പ്രാവശ്യം നെബുക്കഡ്നേസർ അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളഞ്ഞതായിട്ട് ചരിത്രത്തിൽ, വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. 26-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് രാജാതി രാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കണ്ടോ? അപ്പം കൃത്യമായിട്ട് അവിടെ ഉണ്ടല്ലോ, വരുത്തും. വായിച്ചാട്ടെ. കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോരിന് നേരെ വരുത്തും. അവൻ നാട്ടിൻപുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും. ഞാൻ നിന്റെ മതിലുകളെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. ഇതാണ് നേരത്തെ വരച്ച് കാണിക്കാനൊക്കെ പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ, വായിച്ചോളൂ. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണങ്ങളിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേകവരുടെ ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. തന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണ് കിടക്കും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ടുകളയും. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും. നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വലവിരിക്കുവാനുള്ള സ്ഥലമായി തീരും. നിന്നെ ഇനി പണിയുകയില്ല. യഹോവയായി ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സോ നെബുക്കഡ്നേസർ ഡിസ്ട്രോയിഡ് ടൈർ. സോറിനെ നെബുക്കഡ്നേസറാണ് നശിപ്പിച്ച് കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 250 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിൽ രേഖപ്പെടുത്താത്ത കാര്യം, ചരിത്രത്തിൽ നിങ്ങൾ പോയാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇത് പിന്നെയും അല്പമൊക്കെ പൊങ്ങി വന്നെങ്കിൽ അതിനെ ഒട്ടുമില്ലാതാക്കി അത് വെറും പാറയാക്കി മാറ്റി കളഞ്ഞു. സോ ദി അറ്റാക്സ് ഓഫ് നെബുക്കഡ്നേസർ ആസ് വെൽ ആസ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഈ 2 പേരുടെ ആക്രമണങ്ങൾ വഴിയാണ് സോർ, സീദോൻ, ഈ 2 പ്രദേശങ്ങൾ ഇല്ലാതായി പോയത്. അതില്ലാതായി പോകുവാനുള്ള കാരണം അതിൽ നടന്ന മ്ലേച്ഛതകളും അതിൻ്റെ അഹന്തയും എന്തായിരുന്നു എന്നുള്ളത് ഇനി നമ്മൾ ആ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് സോർ പ്രഭുവിൻ്റെയും സോർ രാജാവിൻ്റെയും ഉള്ളിലിരിപ്പ് വെളിപ്പെട്ട് വരുന്നു. നമുക്ക് താഴോട്ടുള്ള അധ്യായങ്ങൾ 28-ാം അധ്യായത്തിലേക്ക് വരാം. 28-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ കീ കിടക്കുന്നത്. അവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന സാത്താന്യ ശക്തിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വിവരണം ഉണ്ട്. അല്ലെങ്കിൽ 28-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം സോറിൻ്റെ മേൽ ന്യായവിധി അയച്ചു, ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ എഹെസ്കേൽ പ്രവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ന്യായവിധി മാത്രമല്ല, എപ്പോഴും അതിൻ്റെ കാരണം പറയും. ഇല്ലേ? നേരത്തെ നമ്മൾ കണ്ടല്ലോ, ദൈവം ന്യായം വിധിച്ചു. അപ്പോൾ പലപ്പോഴും നമുക്കൊരു അത്ഭുതമുണ്ട്, എന്തുകൊണ്ടാണെന്ന് നേരത്തെ കണ്ടല്ലോ, അവിടെ നടന്ന മ്ലേച്ഛത. ഇപ്പോൾ സോറിനെ ന്യായം വിധിച്ചു, എന്തുകൊണ്ട്? നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം 28-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചതുകൊണ്ട്. സമുദ്രമധ്യ എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് പോലെ ഈ സമുദ്രത്തിൻ്റെ നടുവിലുള്ള ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇംഗ്ലണ്ടൊക്കെ അങ്ങനത്തെ രാജ്യമാണല്ലോ, ചുറ്റും സമുദ്രമാണ്. അപ്പോൾ അതുപോലെ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഇത്രയും ഗ്ലോറിയസ് ആയി തീർന്നപ്പോൾ അവരുടെ ഹൃദയം നിഗളിച്ചു. അങ്ങനല്ലേ കണ്ടത്? നിൻ്റെ ഹൃദയം നിഗളിച്ചു പോയി.
എന്നിട്ട് ഞാൻ ദൈവമാകുന്നു, നീ ദൈവഭാവം നടിച്ചു, നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. 3-ാം വാക്യം, നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. യെഹെസ്കേലും ദാനിയേലും സമകാലികരൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ഇടയ്ക്ക് കയറി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം ഇവർ തമ്മിലൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതല്ലേ, 14 ആ പട്ടണത്തിൽ ദാനിയേലും 14 വായിച്ചാട്ടെ. അപ്പോൾ ഡാനിയേലിനെ കുറിച്ച് പല പരാമർശങ്ങൾ ഈ പ്രവചനത്തിലുണ്ട്. 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് ആ വാക്യത്തിൽ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടില്ല എന്നൊക്കെ ആമുഖ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും ദാനിയേൽ ആരാണെന്നും ദാനിയേലിൻ്റെ ഉൾക്കാഴ്ച എന്താണെന്നും ആർക്കറിയാമായിരുന്നു? യെഹെസ്കേലിന് അറിയാമായിരുന്നു. ദൈവം അത് വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഡാനിയേൽ, ഐ ആം പ്രിപ്പയറിങ് യുവർ മൈൻഡ് ഫോർ സ്റ്റഡിയിങ് ഡാനിയേൽ എന്നും വേണമെങ്കിൽ പറയാം. ഡാനിയേലിനെ കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഡാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയ പുരുഷനായ ഡാനിയേൽ എന്നാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഏറ്റവും ദിവ്യജ്ഞാനത്താൽ നിറച്ച ഒരാളാണ് ആര്? ഡാനിയേൽ. ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനൊക്കെയല്ലെന്നൊക്കെ പറഞ്ഞ ഡാനിയേൽ. ആ ഡാനിയേലിനേക്കാൾ നമുക്ക് തിരിച്ചു വരാം. നീ ദൈവഭാവം നടിച്ചു, നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. മീൻസ് അതിനേക്കാളൊക്കെ ദൈവത്തിന് തുല്യമായ ജ്ഞാനം നിനക്കുണ്ടെന്നുള്ള അഹന്തയിലേക്ക് നീ വന്നു. ഓക്കെ, നീ അറിയാത്ത വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. നമ്മളിപ്പോൾ ചില രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ അവരുടെ കണ്ണിൽ നിന്നും ആർക്കും ഒളിച്ചിരിക്കാൻ പറ്റുകയില്ല. ഉപഗ്രഹ ചാനലുകളൊക്കെ ഉണ്ട്, ചിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ബില്ലാദൻ എവിടെ പോയി ഒളിച്ചാലും, ബില്ലാദിനെയൊക്കെ എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു, ഞങ്ങൾ പൊക്കിക്കൊണ്ട്, ഇപ്പം നമ്മുടെയും പേടിയതല്ലേ, ആധാറും ഒക്കെ വെച്ചിട്ട് ഇനി എവിടെ പോയി ഒളിച്ചിരുന്നാലും നമ്മളെ പൊക്കിക്കൊണ്ടുവരും. എവിടെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള പണ്ടും ഉണ്ട് ഇതൊക്കെ മക്കളെ. ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ല. സോറിനും സീതോനും ഒക്കെ ഇങ്ങനത്തെ ഒരുപാട് കപ്പാസിറ്റീസ്, സയൻറ്റിഫിക് നോളജൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യ ആയിരിക്കുകയല്ല, ആ തരത്തിലുള്ള വിദ്യകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ആർക്കും രക്ഷപ്പെടാനൊക്കെയല്ല. ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ കൈപ്പിടിയിലാണ്. ഞങ്ങളെ ഒളിച്ച് ഒരു രാജ്യത്തിനും ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. ഈ ഭാവങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പറ്റിയത്. കച്ചവടം കൊണ്ട് പണമുണ്ടായി, നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചു. അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കുകയാൽ. ഇതാണ് മനുഷ്യന്റെ ഒരു വലിയ പ്രോബ്ലം. ദൈവം അല്ല, പക്ഷെ ദൈവഭാവം നടിക്കും. ഞാനാണ് ദൈവം, ദൈവം എൻ്റെ കയ്യിലാണ്, എന്നെ കഴിഞ്ഞൊരു ദൈവജ്ഞാനവും ദൈവ അനുഭവം ഒന്നും ആർക്കും ഇല്ല. ആൾ ദൈവം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദൈവത്തെക്കാൾ വലിയ ആൾ ദൈവങ്ങൾ വിലസുന്ന കാലമാണ്. അതുകൊണ്ട് ഇവരൊക്കെ എന്താ നടിച്ചത്? ദൈവഭാവം നടിച്ചു. എന്നിട്ട് നീ ദൈവഭാവം നടിക്കുകയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാന ശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറക്കുമാറാക്കും. നീ സമുദ്രമധ്യേ നിഹതന്മാരെ പോലെ മരിക്കും. നിന്നെ കുത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവന്റെ മുൻപിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ? മനസ്സിലായോ? നിന്നെ ഒരു കുത്തിന് മലത്തിയിട്ടാൽ നീ ദൈവമാണ്, നിന്റെ ദൈവത്വം എവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് പറയുമെന്ന്. യു ഹാവ് നത്തിങ് ടു സേ. ഓക്കെ, അടുത്ത വാക്യം കൂടെ വായിക്കാം. അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ സോർ രാജാവിൻ്റെ പ്രോബ്ലം പറഞ്ഞു, എന്നിട്ട് ഇവന് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതുകൊണ്ട് ഒരു വിലാപവും കഴിക്കാൻ പറഞ്ഞു. സോ ജഡ്ജ്മെൻറ്റ്, റീസൺ ആൻഡ് ലാമെൻറ്റേഷൻ. എന്തുകൊണ്ടാണ് ഈ ന്യായവിധി അയച്ചത്, അവൻ്റെ ഹൃദയഭാവം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് ലമെൻറ്റ് ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ച് വിലപിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചാൽ, അതായത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ദൈവം വചനത്തിൽ പിശാചിനും മനുഷ്യർക്കും ഒക്കെ ബോധ്യം കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ അടുക്കോടും ചിട്ടയോടും കൂടി ഗ്രഹിക്കണം. നമുക്കതുകൊണ്ട് ഞാൻ 3 ഭാഗങ്ങൾ ഇപ്പോൾ ഒന്ന് വായിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടു നോ അബൌട്ട് സൈറ്റൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ഒന്നാമത് ദൈവം കൊടുത്തൊരു ഇൻസൈറ്റ്.
ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. ഇത് ദൈവം ആദ്യം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. എന്നിട്ടും അവൻ അഹങ്കരിച്ചു. അവൻ നിന്റെ തല തകർക്കും. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, മത്തായി 16:23 പത്രോസിൽ കൂടി പിശാച് സംസാരിച്ചപ്പോൾ ദൈവം പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. അപ്പോൾ ഓൾ ത്രൂ ഹിസ്റ്ററി യേശുവിൻ്റെ പുറകെ ദൈവത്തിൻ്റെ പിന്നാലെ ആരുണ്ടായിരുന്നു? സാത്താൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനായിട്ട്, ടു ഡിഫീറ്റ് ദ പ്ലാൻസ് ഓഫ് ഗോഡ്, സേറ്റൻ വാസ് ഓൾവേസ് ആഫ്റ്റർ ഗോഡ്. ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ദൈവം പറഞ്ഞു, നിന്റെ തല തകർക്കും. ഒരു വാണിംഗാണ്. വീണ്ടും യേശുവിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യന്മാരിൽ കൂടി തന്നെ ഈ സംഭവം വന്നപ്പോൾ, ഗെറ്റ് ദി ബിഹൈൻഡ്, നീ എൻ്റെ പിന്നിൽ പോ എന്ന് പറഞ്ഞത് ഓർക്കുക. ഇവിടെ യഹെസ്കേലിൽ, ഞാൻ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും പോയിട്ട് യഹെസ്കേലിലേക്ക് വരികയാണ്. 28-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്നും ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്ര നാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. എന്തൊക്കെയാ ദൈവം പറഞ്ഞത്? നിന്നെ ദഹിപ്പിച്ച് കളയും, നിന്നെ ഭസ്മമാക്കി കളയും, നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. കണ്ടോ ആ പ്രയോഗങ്ങൾ? കണ്ടോ? നമുക്ക് മനസ്സിലായില്ലെങ്കിലും പിശാചിന് മനസ്സിലായിട്ടുണ്ട്. ആ പ്രയോഗങ്ങൾ കണ്ടായിരുന്നോ? 18-19 വാക്യങ്ങളിൽ 28-ന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞു, നിന്നെ ദഹിപ്പിച്ച് കളയും. കണ്ടോ എല്ലാവരും? നിന്നെ ദഹിപ്പിച്ച് കളയും. പിന്നെ ആ വാക്യത്തിൻ്റെ തന്നെ അവസാനത്തിൽ പറഞ്ഞു, നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. 19-ാം വാക്യത്തിൽ പറഞ്ഞു, നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെ, ദിസ് ഈസ് യുവർ ഫെയ്റ്റ്, നീ എന്നേക്കും ഇല്ലാതായി പോകും. ഇപ്പം നിനക്ക്, എന്നാൽ നമ്മളോട് കർത്താവ് പറയുന്നത് എന്താണ്? നീ എന്നേക്കും ഇരിക്കും, നിങ്ങൾ എന്നേക്കും ജീവിക്കും, ജീവിച്ച് സദാകാലവും ദൈവത്തോടു കൂടെ വാഴും. എന്നാൽ ഇവനെന്താ സംഭവിക്കുന്നത്? നീ സദാകാലത്തേക്കും ഇല്ലാതായി. സോ ദൈവം ഓൾ ത്രൂ ദ ബൈബിൾ ആൻഡ് ഹിസ്റ്ററി, ചരിത്രത്തിലും വേദപുസ്തകത്തിലും ഉടനീളം പിശാചിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. പിശാചിന് മനസ്സിലായെങ്കിൽ നന്നാകാമായിരുന്നു. പക്ഷെ നന്നാകാൻ തയ്യാറായില്ലെന്നാണ് എൻ്റെ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നന്നാകാൻ തയ്യാറായില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അവൻ്റെ കുഴപ്പം എന്നുള്ളത് ഈ അധ്യായം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓർ ദി അൺഫോളൻ നേച്ചർ സ്റ്റേറ്റ് ഓഫ് സൈറ്റൻ ആൻഡ് വൈ ഹി ഫെൽ. അവൻ വീണു പോകുന്നതിന് മുമ്പ് എന്തവസ്ഥയിലായിരുന്നു, എന്തുകൊണ്ട് വീണുപോയി. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളിങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി ചില ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരൻ എപ്പോൾ വന്നാലും ചോദിക്കുന്ന, സാറേ സൈറ്റനെ കുറിച്ച് പുതിയ പുസ്തകം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു പുസ്തകവും ഇല്ല. കാരണം എനിക്ക് അങ്ങനത്തെ പുസ്തകങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ്. കാരണം ആ കർത്താവ്, ചിലർക്ക് അങ്ങനെ ഒരു ക്രൈസ് ഉണ്ടായി, സുവിശേഷം അന്നൊന്ന് അറിഞ്ഞിരിക്കണമെന്നുള്ള, ഒരുപാട് അറിയാതിരിക്കുക നല്ലത്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ, ഒരു കാര്യം അറിഞ്ഞിരിക്കണം കേട്ടോ കൃത്യമായിട്ട്. ഇവനെങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങോട്ടാണ് പോകുന്നത്? ഭസ്മമാകാൻ പോവുക, ദഹിച്ചു പോകാൻ പോവുകയാണ്, സദാകാലത്തേക്കും ഇല്ലാതാകാൻ പോവുകയാണ്. അതുകൊണ്ട് അതാണ് അവന് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ അവനോട് കൂടാതെ അറിയാതെ ഇരിക്കുകയല്ലേ നല്ലത്. എന്ത് തോന്നുന്നു? ബെറ്റർ നോട്ട് ടു നോ. എങ്കിലും നമുക്കൊരു എതിരാളി ഉള്ളത് കൊണ്ട് എതിരാളിയെക്കുറിച്ച് അല്പകാര്യങ്ങൾ അറിയേണ്ടതും ആവശ്യമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവന് സംഭവിച്ചത് നമുക്കും സംഭവിക്കാം. എനിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവനെന്താ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, അതിനുവേണ്ടി മാത്രമാണ്. അല്ലാതെ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവൻ്റെ അങ്ങനെ അതെങ്ങനായിരുന്നു ഇതെങ്ങനായിരുന്നു എന്നെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. ആ ക്യൂരിയോസിറ്റിയെ വേണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ക്യൂരിയസ് ആകേണ്ടത് ആരെക്കുറിച്ചാണ്?
നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. അവനോടാണ് നമ്മൾ കൂടുതൽ ചേരേണ്ടത്. എങ്കിലും വചനം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. 27-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോറെ, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു, നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. സോ ദ പ്രോബ്ലം ബിഗിൻസ് ദെയർ. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ കറുത്ത നിറവും കൂർത്ത പല്ലും അഗ്ലി ലുക്കും ഒക്കെ ഉള്ള ഒരു ബീവത്സ ജീവി അല്ല പിശാച്. പിള്ളേരെയൊക്കെ പേടിപ്പിക്കാറില്ലേ അങ്ങനെ പറഞ്ഞ്, ഇത് പിശാച് വരുന്നതൊക്കെ പറഞ്ഞ്? അങ്ങനെയൊന്നും പിശാച് വരാറില്ല. അതെങ്ങനെയായിരുന്നു ഇപ്പോൾ വായിച്ചത്? നീ പൂർണ്ണ സുന്ദരിയാകുന്നു, നിൻ്റെ സൗന്ദര്യം പരിപൂർണമായിരിക്കുന്നു. കണ്ടോ അത്? 27-ാം അധ്യായത്തിൻ്റെ 3-4 3-ാം വാക്യത്തിൽ പറഞ്ഞു, സോരെ, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു, നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. ഒന്നും ഇനി ആഡ് ചെയ്യാനായിട്ടില്ല. ടോട്ടലി ബ്യൂട്ടിഫുൾ, പെർഫെക്റ്റ്, ഒരു കുറവുമില്ല, എല്ലാം ഊനമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഇനി 28-ന്റെ 12 വായിച്ചാൽ ഈ പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ല, ബ്യൂട്ടി കണ്ടസ്റ്റിലൊക്കെ അവസാനം 2 ചോദ്യമൊക്കെ ചോദിക്കുന്നേ മനസ്സിലാക്കുന്നത് അല്ലേ? പുറമൊക്കെ നല്ലതായിട്ടിരിക്കുന്നു, പക്ഷേ ഇനി അകത്തെങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ട് 2 ചോദ്യമൊക്കെ ചോദിക്കും. മനുഷ്യപുത്ര, അതും കൂടെ കഴിയുമ്പോഴാണ് ക്രൗൺ വെച്ച് കൊടുക്കുന്നത്. 12-ാം വാക്യം. സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. വെറും സൗന്ദര്യം മാത്രമല്ല, എൻ്റെ കൂടെ എന്തുകൊണ്ടായിരുന്നു? ജ്ഞാനസമ്പൂർണതയും ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആൻഡ് വൈസ്, രണ്ടും ഉണ്ടായിരുന്നു. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണതയും. ഇതായിരുന്നു അവൻ്റെ ആദ്യത്തെ അവസ്ഥ. ഇനി എവിടെയായിരുന്നു ഇവൻ? 13-ാം വാക്യം. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പിശാചിനെ കുറിച്ച് അവൻ്റെ ബിഫോർ ഹിസ് ഫോൾ പറഞ്ഞിട്ടുണ്ട്. 1, ഏദനിലായിരുന്നു, കണ്ടോ എല്ലാവരും. 2, സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. 3, പൊന്നുകൊണ്ടുള്ള തടങ്ങളും കൂടുകളും. ആരും എൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു? 1, ഏദനിലായിരുന്നു, മനസ്സിലായി അല്ലേ? അത് മനസ്സിലായി. 2, സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു, അത് മനസ്സിലായി. 3, പൊന്നുകൊണ്ടുള്ള തടങ്ങളും കൂടുകളും. അത് മനസ്സിലായോ എന്ന് എനിക്ക് അത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിച്ചത് തന്നെ. അങ്ങനെ ഒരു പ്രയോഗം അവിടെ കിടപ്പുണ്ട്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ, ദി വർക്ക്മാൻഷിപ്പ് ഓഫ് ദൈ ടാബ്രറ്റ്സ് ആൻഡ് ഓഫ് ദൈ പൈപ്സ് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ഡേ ദൗ വാസ് ക്രിയേറ്റഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടാബ്രറ്റ് ആൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ നാദവും താളവും. നിന്നെ ഉണ്ടാക്കിയ നാളിൽ തന്നെ നിന്നിൽ നാദവും താളവും, സംഗീതം. യു ആർ മ്യൂസിക് എന്നാണ് പറഞ്ഞത്. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള ആളായതുകൊണ്ട് ഹി വാസ് മ്യൂസിക്. ഹി വാസ് എ ബാൻഡ് ആൻഡ് ഹി ഹിംസെൽഫ് വാസ് മ്യൂസിക്. അവൻ സംഗീതമായിരുന്നു. അവൻ സംഗീതം പാടുമായിരുന്നെന്നല്ല പറഞ്ഞത്, അവൻ തന്നെയായിരുന്നു സംഗീതം. അപ്പോൾ സന്നിധിയിൽ ജ്ഞാനമുള്ളവനായിരുന്നു, സൗന്ദര്യമുള്ളവനായിരുന്നു, സംഗീതമാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതുകൊണ്ട് ഇപ്പോഴത്തെ സംഗീതമൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സംഗീതം താഴെ വീണ് കഴിഞ്ഞപ്പം ഇവൻ എങ്ങോട്ട് കൊണ്ടുവന്നു? ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഭൂമിയിൽ എങ്ങനെ സംഗീതം ഉണ്ടായത്? ഞങ്ങളാരും പാട്ടുകാരോ സാജം വേണേൽ പഠിച്ചോട്ടെന്നായിരിക്കും നിങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. 21-ാം വാക്യം. അവന്റെ സഹോദരന് യൂബാൽ എന്നു പേര്. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ദാറ്റ് ഈസ് ഹൗ മ്യൂസിക് സ്റ്റാർട്ടഡ്. യൂബാൽ എന്ന് പറയുന്ന ആളാണ് സംഗീതം തുടങ്ങുന്നത്. യൂബാൽ ആരുടെ മോനായിരുന്നു? 16-ാം വാക്യം. 4:16. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏദന് കിഴക്ക് നോദ് എന്ന ദേശത്ത് ചെന്ന് പാർത്തു.
കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. 24 വാക്യം വരെ നിങ്ങൾ വായിക്കുമ്പോൾ കയീൻ്റെ വംശപാരമ്പര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ കയീൻ്റെ മക്കൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി കോൾഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിവിലൈസേഷൻ, മ്യൂസിക്, മെറ്റലർജി ആൻഡ് മെനി അതർ തിങ്സ്. പല കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. സംഗീതം ഉണ്ടായി, ലോഹങ്ങൾ കൊണ്ടുള്ള വിദ്യകളും ശില്പങ്ങളും ഒക്കെ ഉണ്ടായി. ഇതെല്ലാം എവിടെ നിന്ന് വന്നതാണ്? ഫ്രം കയീൻ. കയീൻ എവിടെ നിന്നുള്ളവനാണ്? ദുഷ്ടനിൽ നിന്നുള്ളവനായി. പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. നമുക്ക് ആ പുസ്തകം വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളും കൂടി വായിച്ചാൽ. ഉൽപ്പത്തി. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധന തുടങ്ങുന്നതിന് മുമ്പുണ്ടായതാണ് സംഗീതം. ആരാധന തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള സംഗീതം വേറെ, അതിന് മുമ്പുള്ള സംഗീതം വേറെ. അപ്പോൾ ഈ സംഗീതം എവിടെ നിന്ന് വന്നതാ? ദുഷ്ടനിൽ നിന്ന് വന്ന സംഗീതം. അപ്പോൾ സംഗീതത്തെ പോലും സൂക്ഷിക്കണം. അകൃത്യം, കൃത്യസംഗീതം മതി നമുക്ക്. കൃത്യത കുറഞ്ഞ സംഗീതത്തിലേക്കൊക്കെ പോകുമ്പോൾ സംഗതികൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. എല്ലാ സംഗീതവും എല്ലാവർക്കും പാകാം, ഏത് തരത്തിലും പാടിയാലും ആടിയാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചാൽ യു നീഡ് ടു സ്റ്റഡി ദ ബൈബിൾ ആൻഡ് ട്രേസ് ദ ബിഗിനിങ് ഓഫ് മ്യൂസിക്. എങ്ങനെയാണ് സംഗീതം ഉത്ഭവിച്ചത്? അപ്പം എവിടെയാണ് സംഗീതം ഉണ്ടായിരുന്നത്? ഇവനിലാണ് സംഗീതം ഉണ്ടായിരുന്നത്. നിങ്ങൾ കൂടും തടവും കണ്ടുകൊണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ, കൂടായാലും കുഴപ്പമില്ല, തടമാണേലും കുഴപ്പമില്ല, വി ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ ഈ രത്നങ്ങളൊക്കെ വെച്ചിരുന്ന കൂടും തടവുമാണെന്നായിരിക്കും പലരും ധരിച്ചത്. കാരണം രത്നങ്ങളൊക്കെ അവരെ മൂടിയിരിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേട്ടെ, എന്നാലെങ്കിലും ഒരു ഐഡിയ കിട്ടുമോയെന്ന് അറിയാനായിട്ട്. നീ ഏതെനിലായിരുന്നു? 13-ാം വാക്യം. നീ ഏതെനിലായിരുന്നു? താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ. അപ്പൊ വേറൊരു കാര്യമാണ് പറയുന്നത്. രത്നങ്ങൾ മൂടിയിരുന്ന കാര്യം അവിടെ തീർന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. മലയാളത്തിൽ അങ്ങനെ ആയി പോയെന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. കൂടുകളുടെയും തടങ്ങളുടെയും എന്ന് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ സംഗീതം മൂടിപ്പോയി. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ, മൂലഭാഷ പരിശോധിച്ചാൽ, ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ടാബ്രറ്റ് ആൻഡ് പൈപ്പ്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ തമ്പേറ്, ടിംബ്രൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗഞ്ചറ അല്ലെങ്കിൽ തപ്പ്, ഡ്രം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് താളം. പൈപ്പ് എന്ന് പറയുന്നത് നാദം. നാദവും താളവും അതാണല്ലോ സംഗീതം. പാട്ടുകാരും ഇല്ലെന്ന് തോന്നുന്നു, അതോ അതിനകത്ത് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? നാദവും താളവും ഉള്ള സംഗീതം ഇവനായിരുന്നു. അപ്പോൾ അവൻ വീണുപോയപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ എന്തും വീണുപോയി? സംഗീതവും വീണുപോയി. അവിടെ നമുക്ക് വീണുപോയ സംഗീതമല്ല, റിഡീംഡ് പാട്ട് വേണം. വീണ്ടെടുക്കപ്പെട്ട പാട്ടാണ് നമുക്ക് ആവശ്യം. മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടാണ് നമ്മൾ പാടേണ്ടത്. അല്ലാതെ നാട്ടിൽ പാടുന്ന പാട്ടല്ല, നമ്മുടെ പാട്ടല്ല. അതുകൊണ്ട് നാട്ടിൽ പാടുന്ന പാട്ടിൻ്റെ ട്യൂണിലൊക്കെ നമ്മളും പാട്ടുണ്ടാക്കി ആ രീതിയിൽ നമ്മളും അവതരിപ്പിച്ച വലിയ ട്രൂപ്പും ബാൻഡും ഒക്കെ ഉണ്ടാക്കിയാൽ ബാൻഡ് മാസ്റ്റർ ഇവനായിരുന്നു. യെസ്, ഹി വാസ് എ ബാൻഡ്, ഹി വാസ് മ്യൂസിക്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കുവാൻ എന്ന് ഞാൻ എൻ്റെ എളിയ ബുദ്ധിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും അതാണ് വാക്കിൻ്റെ അർത്ഥമെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 14-ാം വാക്യം. അടുത്തൊരു കാര്യം, നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഇനിയാണ് കാര്യം. വാട്ട് വാസ് ഹിസ് ഫങ്ഷൻ? ഇവൻ ഏതെനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. മീൻസ് ദൈവത്തിന്റെ അടുക്കൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ തന്നെ ഈ ആരാധനയ്ക്കൊക്കെ നേതൃത്വം കൊടുത്ത് വസിച്ചിരുന്ന ആളാണ്. 15-ാം വാക്യം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇവനിൽ നീതികേട് കണ്ടത് വരെ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. ബട്ട് അറ്റ് എ സർട്ടൺ പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇവനിൽ എന്ത് കണ്ടു? എന്താണ് ഈ നീതികേട്? അകൃത്യം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, എന്താ കണ്ടത്? അകൃത്യം. അകൃത്യത്തിന് പകരം വെക്കുന്ന ഒരു പദമാണ് നീതികേട്. ദൈവം നമുക്ക് നീതി തന്നു, അതിന് കേട് സംഭവിക്കുമ്പോൾ അത് നീതികേട്, അത് അകൃത്യമാണ്. അതുകൊണ്ടാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോയി വസ്ത്രം അലക്കാൻ. നീതികേട് സംഭവിച്ചു പോയാൽ ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കണമെങ്കിൽ
വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതികേട് കഴുകിക്കളയണം. നീതിക്ക് കേട് സംഭവിക്കുന്നത് അകൃത്യം ചെയ്യുമ്പോഴാണ്. കൃത്യമില്ലാത്ത കാര്യങ്ങൾ, ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ. ഇവനെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കാത്ത കാര്യമായിരുന്നു എന്ത്? ഈ സിംഹാസനത്തിൻ്റെ മുകളിൽ കയറാനും അവിടെ ദൈവഭാവം നടിക്കാനും ഒന്നും. ക്രിയേറ്റഡ് ബീയിങ് ക്രിയേറ്റഡ് ആയിട്ടിരിക്കണം. ഇതിവിടെ ഉണ്ടോ? നമ്മളെ ദൈവം വിളിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അവിടെ ഇരിക്കണം. അതിനപ്പുറത്ത് കയറാൻ നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിഗളം, നമ്മുടെ ഉള്ളിൽ ഞാനെന്ന ഭാവം, ഗർവ്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഫോൾ എന്ന് ഓർത്തോണം. വീഴ്ചയ്ക്ക് അല്ലേ, വീഴ്ചയ്ക്ക് മുമ്പേ ഗർവ്, ശലോമോൻ പറഞ്ഞിട്ടില്ലേ, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഈ ഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പം തന്നെ ഇറ്റ് ഈസ് ടൈം ടു ഫോൾ എന്ന് ഓർത്തോണം. അതുകൊണ്ട് കർത്താവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയണമേ. മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി അടിയനെ ശുദ്ധീകരിക്കണം. സ്വമേധാഭാവങ്ങളെ അകറ്റിക്കളയണമേ കർത്താവേ എന്ന് നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് ഏത് നേരത്തും നമുക്ക് ആർക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. സോ ബി വെരി കെയർഫുൾ. ഇവനിൽ നീതികേട് കണ്ടതു മുതൽ അന്ന് വരെ പെർഫെക്റ്റ് ആയിരുന്നു, നിഷ്കളങ്കനായിരുന്നു. 16-ാം വാക്യം, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്നും മൂടിക്കളഞ്ഞു. നീ പാപം ചെയ്തു, അപ്പം നിന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? തള്ളി കളയേണ്ടതായിട്ട് വന്നു. 17-ാം വാക്യം കൂടെ വായിച്ചാൽ, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ തന്റെ ജ്ഞാനത്തെ വഷളാക്കി, ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ ദിസ് ഈസ് ഹൗ ഹി ഫെൽ. വീണത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും കൂടെ വായിച്ചാൽ നമുക്ക് ഏകദേശം ടോട്ടൽ സംഭവിച്ചത് എന്താണെന്നുള്ളതിൻ്റെ ഒരു പിക്ചർ കിട്ടും. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്നും വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൽ പോയതും അവൻ സംസാരിച്ചതും എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഹി ഫെൽ. അതുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ ഇപ്പോൾ നമ്മൾ വായിച്ചത് യെശയ്യാവ് 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിശാചിന് സംഭവിച്ച വീഴ്ചയുടെ കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് പിശാചിന് എന്തെങ്കിലും സംഭവിക്കട്ടെ, വീണവനങ്ങനെ കിടക്കുകയാണല്ലോ, നമുക്കിത് സംഭവിക്കാതിരിക്കുവാൻ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും വിനയഭാവമുള്ളവരായിട്ട്, അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്നവരായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ ബാക്കിയുള്ള ഒരു സെക്ഷനും കൂടി ഉണ്ടല്ലോ, 1-2 സെക്ഷൻ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിനായിട്ട് മാറ്റാം. അപ്പോൾ ഈ സെക്ഷനിൽ ദൈവം ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേലയച്ച ന്യായവിധിയും അതുവഴി സോർ പ്രഭുവിനും വന്ന ദുര്യോഗവും നമ്മൾ കണ്ടു. പ്രധാനമായിട്ട് കണ്ടത് പിശാചിനെക്കുറിച്ചാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചിരുന്നു? പിശാച് പ്രവർത്തിച്ചിരുന്നു. അവൻ്റെ വീഴ്ചയുടെ സ്റ്റെപ്പൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ വരാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങൾ പിന്നെയും നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾക്കായി ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഞങ്ങളെ വിളിച്ച് നിൻ്റെ കൃപയിൽ നിർത്തിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കട്ടെ. ഏത് സമയത്തും പിശാച് ഇടർച്ച ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം നിഗളിക്കാതിരിക്കുവാൻ, കർത്താവ് ഞങ്ങൾ അഹങ്കരിച്ച് ഉയർന്ന് ദൈവഭാവം നടിക്കാതിരിക്കുവാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീയാണ് ദൈവം, നിനക്ക് തുല്യനായിട്ട് ആരുമില്ല. കർത്താവെ, നിനക്ക് തുല്യം വെക്കുവാൻ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അതുല്യ ദൈവത്തെ പരിചയപ്പെടുവാൻ, ഈ ദൈവത്തെ ആരാധിക്കുവാൻ, അവൻ്റെ ശിഷ്യന്മാരായി തീരുവാനൊക്കെ തന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ബലമുള്ള കൈക്കീഴ് താണിരുന്ന് കർത്താവ് ഞങ്ങളെ വിളിച്ച വിളിയിൽ വിശ്വസ്തരായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിശാച് ഭസ്മമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അഗ്നി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ ചതിയിൽ, അവൻ്റെ വഞ്ചനയിൽ അകപ്പെടാതെ കർത്താവ് നിന്നോട് ചേർന്ന് നിൽപ്പാൻ, നിന്നോട് ചേർന്ന് കർത്താവ് പറ്റിച്ചേർന്ന് നീയുമായിട്ടൊരു ആത്മാവായി മുന്നോട്ട് പോകുവാൻ വചനം കേട്ട് ഞങ്ങളെല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണം. നിൻ്റെ ആത്മാവിൻ്റെ നിറവ് ധാരാളമായിട്ട് ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും വിടുതലിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആരാധനയും നിനക്ക് അർപ്പിക്കുന്നു. മഹത്വം കർത്താവിനെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.